മാംഗല്യം. അതേസമയം തന്നെ ഒരുവൻ പെട്ടെന്ന് ജാനിയുടെ കയ്യിലേക്ക് കയറിപ്പിടിച്ചു. ഊക്കോടെ ജാൻവി അവനെ തള്ളിയെറിഞ്ഞു. അവളുടെ കയ്യിൽ കയറിപ്പിടിച്ചവൻ വീണ്ടും അവൾ കരികിലേക്ക് വന്നതും ജാൻവിയുടെ കൈ ശക്തിയോടെ അവന്റെ കരണത്ത് പതിഞ്ഞു. അടികൊണ്ടവനും കൂടെ നിന്നവന്മാരും എല്ലാവരും ഒരു നിമിഷം സ്റ്റക്കായി. നീ എന്താടാ കരുതിയത്? ഏ ലോകത്തുള്ള സകല പെണ്ണുങ്ങളും നിന്നെപ്പോലെ ഉള്ളവന്മാരുടെ ചൂട് തേടി നടക്കുവാണെന്നാണോ? ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തൊരു പെണ്ണ് നിന്നാൽ നിനക്കൊക്കെ തട്ടാനും മുട്ടാനുമുള്ള വസ്തുവാണ് അവളെന്നാണോ നീയൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്? ജാൻവി രോക്ഷത്താൽ ചോദിച്ചു. ജാൻവി പെട്ടെന്ന് പ്രതികരിച്ചതുകൊണ്ട് തന്നെ അവന്മാർ അല്പം അടങ്ങി. അവൾ അത്രയും പറഞ്ഞിട്ടും വീണ്ടും ഒരുവൻ അവൾ കരികിലേക്ക് നടന്നെടുക്കുന്നുവെന്ന് കണ്ടതും ജാൻവി ആ പരിസരം ആകമാനം ഒന്ന് വീക്ഷിച്ചു. താൻ ഇത്ര ബോൾഡായിട്ട് നിന്നാലും ഈ സമയത്ത് ബോൾഡ്നെസ് അല്ല, ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടതെന്ന് അവൾ മനസ്സിൽ ഓർത്തുകൊണ്ട് അവർക്ക് പിടികൊടുക്കാതെ പെട്ടെന്ന് മുന്നോട്ടേക്ക് ഓടി. കോൾ കട്ട് ചെയ്ത് ലോഞ്ചിലേക്ക് വന്ന ജഗൻ ലോഞ്ചിൽ എവിടെയും ജാൻവിയെ കാണാതെ അല്പം പരിഭ്രമിച്ചു. ആദ്യം അവളുടെ ഫോണിലേക്ക് വിളിക്കാമെന്ന് കരുതിയെങ്കിലും പിന്നീട് അവൻ ചിന്തിച്ചു അവൾ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന്. ജഗന്റെ കണ്ണുകൾ നാലുപാടും ജാൻവിയെ തിരിഞ്ഞു. ഒടുവിൽ അവൻ കരുതി പുറത്ത് മഴ പെയ്യുന്നതുകൊണ്ടും ജാൻവിക്ക് മഴ ഏറെ ഇഷ്ടമായതുകൊണ്ടും അവൾ ഗ്ലാസ് വാളിനടുത്തുള്ള അടുത്തു നിന്ന് മഴ കാണുന്നുണ്ടാകുമെന്ന്. അങ്ങനെ ഊഹിച്ചുകൊണ്ട് അവൻ അവിടേക്ക് നടന്നു. അതേസമയം അങ്ങോട്ടേക്ക് എത്തിയ ജഗന്റെ മുന്നിലേക്ക് ജാൻവി ഓടിയെത്തി. താൻ എവിടെ പോയതാ? ഞാനിവിടെയൊക്കെ തന്നെ തിരക്കിയല്ലോ. ജഗൻ സാധാരണ രീതിയിൽ ജാൻവിയോട് സംസാരിച്ചു. പക്ഷെ അവളുടെ ഉലഞ്ഞുപോയ മുടിയും മുഖത്തെയും കഴുത്തിലെയും വിയർപ്പ് കണങ്ങളും കാണാൻ ജഗൻ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. എന്താടോ, താൻ ഓക്കെയല്ലേ? അവളുടെ മുഖത്തെ പേടി കണ്ട് ജഗൻ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. ജഗൻ സംസാരിച്ചു കഴിഞ്ഞോ? ആ, കോൾ കട്ട് ചെയ്തു. അല്ല, തൻ്റെ മുഖത്തെന്താ ടെൻഷൻ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. പെട്ടെന്നാണ് ജഗന്റെ ശ്രദ്ധ കോറിഡോറിലേക്ക് നീണ്ടത്. അവിടെ നിൽക്കുന്ന 2-3 പയ്യന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും അവരെ നോക്കുന്നത് കണ്ടതും ജഗനും എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. ജഗൻ ജാൻവിയുടെ കയ്യിലേക്ക് കാറിന്റെ കീ കൊടുത്തു. താൻ പോയി വണ്ടിയിലിരുന്നു. എനിക്ക് ഈ ഹോട്ടലിന്റെ മാനേജരെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. ജഗൻ പറഞ്ഞു. മാനേജരെ കാണാനോ? എന്തിന്? എടോ, അതൊരു കേസിന്റെ കാര്യവും ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഡിന്നർ പോലും ബുക്ക് ചെയ്തത്. ആണോ? ഓക്കെ, എങ്കിൽ ഞാൻ കാറ് വെയിറ്റ് ചെയ്യാൻ ചെയ്യും. ജഗൻ പറഞ്ഞത് വിശ്വസിച്ചതുപോലെ ജാൻവി പാർക്കിങ്ങിലേക്ക് നടന്നു. ജഗൻ നേരെ പോയത് ആ പയ്യന്മാരുടെ അടുത്തേക്കാണ്. എന്താടാ ഇവിടെ ഒരു ചുറ്റിക്കളി? അത് ചോദിക്കാൻ നീ ആരടാ? ഛേ, ഇവൻ വന്നത് കാരണോ ആ പെണ്ണ് കൈന്ന് രക്ഷപ്പെട്ടു പോയത്. ഒരുത്തൻ ശബ്ദം അടക്കി പറയുന്നത് ജഗൻ കൃത്യമായി കേട്ടു. ഒപ്പം അവൻ പറയുന്ന ആ പെണ്ണ് ജാൻവിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ജഗന്റെ സർവ്വനാഡീഞരമ്പുകളും വലിഞ്ഞു മുറുകി. എന്താടാ നീ ഇപ്പൊ പറഞ്ഞത്? ജഗൻ അവന്റെ അടുത്തേക്ക് ചെന്നു. ഇയാളെ കൊണ്ട് ഇത് വലിയ ശല്യായല്ലോ. താൻ ആരാടോ? അല്പം മുമ്പ് അങ്ങോട്ട് പോയ പെൺകുട്ടിയെക്കുറിച്ച് നീ എന്താ പറഞ്ഞത്? ജഗൻ അവന്റെ ചോദ്യം ശ്രദ്ധിക്കാതെ അവനോടായി ചോദ്യം വീണ്ടും ഉന്നയിച്ചു. ശല്യം? താൻ വൃത്തിയായി ചെവി തുറന്നു വെച്ച് കേട്ടോ. അല്പം മുമ്പ് ഇവിടുന്ന് പോയ പെണ്ണുണ്ടല്ലോ, അവളെ നല്ല ഒന്നാന്തരം ഒരു ചരക്കായിരുന്നു. അവളെ ഒരു രാത്രി കൂടെ കഴിയാൻ കിട്ടിയിരുന്നെങ്കിൽ. അത്രമാത്രം പറഞ്ഞതേ അവൻ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും തന്നെ ജഗന്റെ കൈമുഷ്ടി അവന്റെ മൂക്കിൽ പതിഞ്ഞിരുന്നു. അവന്റെ മൂക്കിൽ നിന്നും രക്തം ചീറ്റി. കൂടെ ഉള്ളവന്മാർ അല്പം ഭയത്തോടെ ജഗനെ നോക്കിക്കൊണ്ട് അവനെ പിന്നിലേക്ക് വലിച്ചു നിർത്തി. നിങ്ങൾ ആരാ? ഒരുവൻ നേർത്ത ഭയത്തോടെ അവനോട് ചോദിച്ചു. ACP ജഗന്നാഥ് വർമ്മ. പെട്ടെന്ന് ആളെ മനസ്സിലായതുപോലെ അവന്മാർ കൈതൊഴുതു. സാറേ, ഒരബദ്ധം പറ്റിയതാ. അബദ്ധമോ? ആരോരും ഇല്ലാത്ത സമയത്ത് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ട് അബദ്ധമെന്നോ? നിനക്കൊക്കെ എങ്ങനെ ഇതുപോലെ ന്യായീകരിക്കാൻ കഴിയുന്നടാ? അബദ്ധമെന്ന് പറഞ്ഞാൽ അറിയാതെ പറ്റുന്നത്, അതല്ലാതെ ഇതുപോലെ വ്യക്തമായി കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തത്. അബദ്ധവും നല്ലടാ പറയുന്നത്. സർ, സർ ക്ഷമിക്കണം. ക്ഷമിക്കാനോ? പറ്റില്ല. ഇപ്പൊ പോയ പെൺകുട്ടി ആരാണെന്ന് നിനക്കൊക്കെ അറിയാമോ? എന്റെ ഭാര്യ ജാൻവി, ജാൻവി ജഗന്നാഥൻ. അവൾക്ക് നേരെയാണ് നിന്റെ കൈ പൊങ്ങിയത്. ജഗൻ വേഗം തന്നെ ഫോണെടുത്ത് സ്റ്റേഷനിലേക്ക് ഡയൽ ചെയ്തു. അയ്യോ സാർ, വിളിക്കരുത് പ്ലീസ് സാർ. ഞങ്ങൾ ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല. ഇനിമേലെ നിന്നെ ഒന്നും ഈ പരിസരത്ത് പോലും കണ്ടുപോയിക്കരുത്. അവരുടെ എല്ലാം ഫോട്ടോ എടുത്ത് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തു ജഗൻ. നിന്റെയൊക്കെ ഫോട്ടോ സ്റ്റേഷനിലുണ്ട്. അതുകൊണ്ട് നീയൊക്കെ ഒന്ന് കരുതിയിരുന്നു. ഇവിടെ വെച്ച് ഇവന്മാരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ജഗനറിയാം.
എങ്ങനെ ഇവരെയൊക്കെ പിടിക്കണമെന്നും അവന് ധാരണയുണ്ട്. ഹലോ. ആ, നാളെ ഞാൻ സ്റ്റേഷനിൽ വരുമ്പോൾ അവർ 4 പേരും അവിടെ കാണണം. അവൻ ആരോടോ ഫോൺ ചെയ്തു പറഞ്ഞു. തിരികെ കാർ പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോൾ ജഗന്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയിരുന്നു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ജാൻവിയോട് പല ആവർത്തി താൻ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചിട്ടും ഒരിക്കൽ പോലും അവളത് പറയാൻ കൂട്ടാക്കാത്തതിന്റെ പുറത്തുള്ള ദേഷ്യമായിരുന്നു. ജഗൻ പാർക്കിങ്ങിലേക്ക് ചെല്ലുമ്പോൾ ജാൻവി കാറിൽ കയറി ഇരിക്കുന്നുണ്ട്. സീറ്റിന്റെ ഡോറിലേക്ക് തലചായ്ച്ച് കണ്ണുകൾ അടച്ച് എന്തോ ആലോചനയോടെ ഇരിക്കുകയാണ് അവൾ. ഉറങ്ങിയിട്ടില്ലെന്ന് വ്യക്തമാണ്. ജഗൻ ഡോർ വലിച്ചു തുറന്നതും ജാൻവി പെട്ടെന്നൊരു പേടിയോടെ ഞെട്ടിത്തിരിഞ്ഞുകൊണ്ട് അവനെ നോക്കി. ഓ, ജഗനായിരുന്നോ? ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പിന്നെ താൻ ആരായിരിക്കുമെന്നാണ് കരുതിയത്? ഏയ്, ഞാൻ ഞാൻ പെട്ടെന്ന് ജാൻവി വാക്കുകൾക്കായി പരതി. ജഗൻ ഒന്നും മിണ്ടാതെ വണ്ടി ഫ്ലാറ്റ് ലക്ഷ്യമാക്കി പായിച്ചു. അങ്ങോട്ട് പോകുമ്പോഴുള്ള സന്തോഷം ജഗന്റെ മുഖത്തില്ലെന്ന് മനസ്സിലാക്കിയതും ജാൻവിയുടെ മുഖത്തും എന്തെന്നില്ലാത്ത ആദി പടർന്നു. ജഗൻ ഓക്കെ അല്ലേ? അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ജാൻവി ചോദിച്ചു. കടുപ്പത്തിലൊരു മൂളൽ മാത്രമായിരുന്നു അവന്റെ ഭാഗത്തു നിന്നും അവൾക്ക് ലഭിച്ച മറുപടി. അവനത്ര കംപ്ലീറ്റ്ലി ഓക്കെ അല്ല എന്ന് മനസ്സിലായത്. ജാൻവി അവനോട് കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. അപ്പാർട്ട്മെന്റിൽ എത്തിയതിനു ശേഷവും ജഗൻ അതുപോലെ തന്നെ നിന്നു. ജഗൻ, എന്നോടെന്തെങ്കിലും പിണക്കമുണ്ടോ? ഉണ്ടെങ്കിൽ പറയാ. ജഗൻ ഒരു സ്ട്രേഞ്ചറെ പോലെ എന്നോട് ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കെന്തോ വല്ലായ്മ തോന്നുന്നു. പ്ലീസ് ജഗൻ, എന്നെ അവോയ്ഡ് ചെയ്യരുത്. ജാൻവി അവന്റെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് ബാൽക്കണി റെയിലിങ്ങിൽ പിടിച്ച അവന്റെ കൈക്ക് മുകളിലേക്ക് അവളുടെ കൈവച്ചു. ദേഷ്യത്തോടെ ജഗൻ അവളുടെ കൈകൾ കുടിഞ്ഞെറിഞ്ഞു. ഞാനാണോ നിന്നെ സ്ട്രേഞ്ചറെ പോലെ കണ്ടത്? നീ എന്നെയല്ലേ കണ്ടത്? പെട്ടെന്ന് ജഗൻ ഇങ്ങനെ ചോദിച്ചപ്പോ ജാൻവി കാര്യം മനസ്സിലാകാത്തതുപോലെ അവനെ നോക്കി. ആ ഹോട്ടലിൽ വെച്ച് ഇങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് ഞാനിത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നീ പറയാൻ കൂട്ടാക്കിയോ? അപ്പോഴാണ് ജാൻവിയും തിരിച്ചറിയുന്നത് ഹോട്ടലിൽ വെച്ച് നടന്ന പ്രശ്നം ജഗൻ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന്. ജാൻവിയുടെ നെറ്റി ചുളിഞ്ഞുപോയി. ഉള്ളിൽ തികട്ടി വന്ന ഭയത്തോടെ അവൾ ജഗനെ നോക്കി. ജഗൻ, പ്ലീസ്, ഐ ക്യാൻ എക്സ്പ്ലെയിൻ. ജാൻവി പറഞ്ഞു തുടങ്ങിയതും അവനവളെ കൈയുയർത്തി തടഞ്ഞു. ഇനി നീയായിട്ടൊന്നും പറയണ്ട. ഞാൻ എൻ്റെ വഴിക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ചു അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. ജഗന്റെ മുമ്പിൽ ഒന്നും പറയാൻ കഴിയാതെ ജാൻവി തലകുനിച്ച് അതേ നിൽപ്പ് നിന്നു. സത്യം പറഞ്ഞാൽ ജഗൻ കാര്യങ്ങൾ അറിഞ്ഞാൽ അവരോട് പെരുമാറുന്ന വിധം മനസ്സിലേക്ക് വന്നപ്പോൾ തങ്ങളുടെ നല്ലൊരു സമയം സ്പോയിൽ ചെയ്യണ്ടല്ലോ എന്ന് കരുതിയാണ് ജാൻവി ജഗനോടൊന്നും പറയണ്ട എന്ന് തീരുമാനിച്ചത്. പക്ഷെ അതിപ്പോ അവൾക്ക് തന്നെ വിനയായി. ജഗൻ, പ്ലീസ് ജഗൻ. ജഗൻ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ അവരോട് പോയി ദേഷ്യപ്പെട്ടാലോ എന്ന് കരുതി. കൊള്ളാം ജാൻവി, നല്ല ന്യായം, നന്നായിട്ടുണ്ട്. നമ്മുടെ നല്ലൊരു സമയം സ്പോയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സത്യമായിട്ടും അത് ജഗനിൽ നിന്ന് മറിച്ചു വെച്ചത്. ജാൻവി ജഗനെ നോക്കി അങ്ങേയറ്റം നിസ്സഹായതയോടെ പറഞ്ഞു. എന്ത് നല്ല ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നീ ഇത് ചെയ്തതെങ്കിൽ എനിക്കിത് പുറത്തു തരാൻ പറ്റില്ല ജാൻവി. സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആളുകളെ അപ്പോൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടതിന് പകരം അവരെ സേവ് ചെയ്യാനാണ് നീ ഇപ്പോൾ ശ്രമിച്ചത്. സോറി ജഗൻ, ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു തെറ്റുണ്ടാവില്ല. അത്യധികം ദേഷ്യത്തോടെ ബാൽക്കണി റെയിലിങ്ങിൽ പിടിച്ച് വിദൂരതയിലേക്ക് കണ്ണുനട്ട് നിന്ന ജഗന്റെ പിന്നിലൂടെ ചെന്ന് ഇറുക്കി പുണർന്നവൾ. അവളുടെ മുഖം അവന്റെ പുറത്തമർന്നു. കണ്ണിലൂടെ ഒഴുകിയെത്തിയ ചൂടുകണ്ണീർ അവന്റെ ഷർട്ടിനെ നനയിച്ചുകൊണ്ട് അവന്റെ പുറത്ത് ആകമാനം പടർന്നു. ജാൻവി നിശബ്ദം തേങ്ങി. അവൾ കരയുകയാണെന്ന് മനസ്സിലായതും ജഗൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു വന്ന് അവളെ നെഞ്ചോരം ചേർത്ത് പിടിച്ചു. നോക്ക് ജാൻവി, താൻ കരയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയും പറഞ്ഞത്. നാളെ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളെ താൻ നേരിടേണ്ടി വന്നേക്കും. അന്നും താൻ ഇതുപോലെ എന്നിൽ നിന്ന് അതൊക്കെ മറച്ചു പിടിക്കുവോ? നോക്ക്, ഞാനൊരു പോലീസുകാരനാണ്. താൻ എന്തൊക്കെ കാര്യങ്ങൾ എന്നോട് ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും എന്നേലും ഒരിക്കൽ ഞാനതെല്ലാം കണ്ടുപിടിക്കും. പെട്ടെന്ന് ജഗനത് പറഞ്ഞതും ജാൻവിയുടെ നെഞ്ചിലൊരു വെള്ളടി വെട്ടി. മിതുവാണ് അഭിയെ പ്രണയിക്കുന്നതെന്ന സത്യം ജഗനിൽ നിന്നും മറച്ചു പിടിച്ച കാര്യമാണ് ജാൻവിക്കപ്പോൾ ഓർമ്മ വന്നത്. പറയ് ജാൻവി, താൻ എന്നിൽ നിന്നും ഇനി എന്തെങ്കിലും മറച്ചു പിടിക്കുവോ?
പെട്ടെന്ന് ജഗൻ ചോദിച്ചപ്പോൾ അവന്റെ കണ്ണിൽ തെളിഞ്ഞു നിന്ന് കണ്ട ആഴത്തിലേക്ക് നോക്കി നിന്നുപോയി അവൾ. പിന്നെ പതിയെ വിലങ്ങനെ തലയാട്ടി. ജഗൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. ഏറെ നേരം അവരാ നിൽപ്പ് തുടർന്നു. അതെ, ഇങ്ങനെ നിന്നാ മതിയോ? സമയം എത്രയെന്ന് വല്ല വിചാരമുണ്ടോ? ഫ്രഷായിട്ട് വേഗം ഒന്ന് കിടക്കാൻ നോക്ക്. എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാ. ജഗൻ ജാൻവിയോട് പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് അകന്ന് റൂമിലേക്ക് നടന്നു. ജഗന്റെ സാമീപ്യം തന്നിൽ നിന്ന് വിട്ടകന്നിട്ടും അവന്റെ വാക്കുകൾ ഇപ്പോഴും തന്റെ ചെവിയിൽ മൂളിക്കേൾക്കും പോലെ ജാൻവിക്ക് തോന്നി. മിഥുവിന്റെ കാര്യം ജഗൻ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആ വലിയ ഭൂകമ്പത്തെക്കുറിച്ച് ഓർത്തതും ജാൻവിക്ക് വല്ലാത്തൊരു ഉൾക്കിടലം തോന്നി. തൽക്കാലം അത് പറയാൻ യാതൊരു നിവൃത്തിയുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. അത് മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് ജാൻവിയും ജഗനും പിന്നാലെ അകത്തേക്ക് കയറി. ജാൻവി റൂമിലേക്ക് ചെല്ലുമ്പോൾ ജഗൻ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായി ബെഡിൽ വന്നിരിക്കുകയാണ്. അവളും ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി വന്നിട്ട് ബെഡിന്റെ ഒരു ഓരം ചേർന്നിരുന്നു. ജഗൻ സൺഡേ ജാൻവിയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം അവളോട് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തുടങ്ങിയതും ജാൻവി അത്ര താല്പര്യമില്ലാത്തതുപോലെ അലസമായി ഒന്ന് മൂളി. നോക്ക് ജാൻവി, എനിക്കറിയാം തനിക്ക് വീട്ടിലേക്ക് പോകുന്നതിനോട് യാതൊരു താല്പര്യവുമില്ലെന്ന്. എങ്കിലും തന്റെ അച്ഛൻ അത്രയും കാര്യമായി വിളിച്ചതല്ലേ. ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോകാനുള്ള മര്യാദ നമ്മൾക്കുണ്ട്. അവിടെ തങ്ങാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് പോകുന്നു, തന്റെ അച്ഛമ്മയെ കാണുന്നു, തിരികെ വരുന്നു, പോരെ? ജഗനത് ചോദിച്ചപ്പോൾ ജാൻവി മനസ്സില്ലാ മനസ്സോടെ തലകുലുക്കി. പെട്ടെന്നായിരുന്നു ജഗൻ അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നത്. ജാൻവിക്ക് ഉള്ളംകാലിലൂടെ ഒരു തരിപ്പ് മുകളിലേക്ക് പാഞ്ഞു പോകും പോലെ തോന്നി. ഫോൺ പിടിച്ചുകൊണ്ടിരുന്ന ജാനിയുടെ കയ്യിൽ നിന്നും ഫോൺ മാറ്റിവെച്ച് ജഗൻ അവളുടെ കൈവിരലുകൾ പതിയെ അവന്റെ മുടിക്കിടയിലേക്ക് പൂഴ്ത്തി വെച്ചു. മസാജ് ചെയ്തതാ, ജഗൻ പറഞ്ഞതും ജാൻവി മെല്ലെ അവന്റെ മുടിക്കിടയിലൂടെ വിരലുകൾ ചലിപ്പിച്ചു. വല്ലാത്തൊരു സുഖത്തിൽ ജഗൻ അങ്ങനെ കണ്ണുകൾ അടച്ചു കിടന്നു. പിന്നെ തന്റെ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പഠിക്കുന്നില്ലേ? പരീക്ഷയ്ക്ക് ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. അതേ ജഗൻ, ഇപ്പൊ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുക. മിഥു എന്തു പറയുന്നു? അവൾ ഓക്കെയല്ലേ? ജഗൻ ചോദിച്ചു. അതെ ജഗൻ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെയാ. ഈ വീക്കെൻഡിൽ താൻ പറ അവളോട് ഇവിടേക്ക് വരാന്. അതാവുമ്പോ നമുക്കൊന്നിച്ച് അവളെയും കൂട്ടി എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകാമല്ലോ. നോക്കട്ടെ, പറ്റിയ ഞാനും സാറ്റർഡേ ലീവ് എടുക്കാം. ഓ, സൺഡേ നമുക്ക് തന്റെ വീട്ടിലേക്ക് പോകണമല്ലോ. പെട്ടെന്ന് അത് ഓർമ്മ വന്ന പോലെ ജഗൻ പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് സാറ്റർഡേ ആൻഡ് സൺഡേ മിഥുവിനോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയാം. ജഗൻ പറഞ്ഞതും ജാൻവി ആവേശത്തോടെ തലകുലുക്കി. ആ കിടന്ന കിടപ്പിൽ ജഗൻ ഉറക്കം വരാൻ തുടങ്ങിയത്. പതിയെ അവൻ തല ജാനിയുടെ മടിയിൽ നിന്നും തലേണയിലേക്ക് മാറ്റി. ഫോൺ നോക്കിക്കൊണ്ടിരുന്ന ജാനിയും പിടിച്ച് അവനരികിലേക്ക് ചേർത്ത് കിടത്തി. മെല്ലെ അവന്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചു. അവന്റെ ചുടുനിശ്വാസം അവളുടെ മുഖത്തും കഴുത്തിലുമായി വന്നു പതിച്ചു. ജഗൻ ചേർത്ത് പിടിക്കുന്ന ഓരോ നിമിഷവും ജാനിയുടെ നെഞ്ച് പടപടാന്നും ഇടിച്ചു. പക്ഷെ അതൊന്നും പുറത്തു കാണിക്കാതെ അവൾ അവനോട് ഒട്ടിക്കിടന്നു. ഇടയ്ക്കെപ്പോഴോ ജഗന്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു തുടങ്ങിയപ്പോൾ ഒരു ഉൾക്കിടലത്തോടെ അവൾ അവന്റെ കൈ പിടിച്ചു വെച്ചു. പതിയെ അവളുടെ നെറ്റിയിലൊന്ന് മുകർന്നുകൊണ്ട് ജഗൻ കണ്ണുകൾ അടച്ചു. അവന്റെ നെഞ്ചിൽ ചൂടിയും പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് ജാൻവിയും മിഴികൾ പൂട്ടി. അവരിരുവരും പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. സമയം ഏകദേശം 10 മണിയോടടുത്തിരുന്നു. ഇനിയും വരാത്ത അച്ഛനെയും നോക്കി നയോമി വീടിന്റെ ഉമ്മർത്ത് തന്നെ തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട്. ക്ഷമ നശിച്ചതുപോലെയുള്ള നയോമിയുടെ നിൽപ്പും ഭാവവും കാണിക്കെ നിർമ്മലയ്ക്ക് വല്ലാത്ത ഭയം തോന്നി. എങ്കിലും മനസ്സിൽ തോന്നിയ പേടി മറച്ചു വെച്ചുകൊണ്ട് നിർമ്മല അവൾക്കടുത്തേക്ക് ചെന്നു. മോളെ, 10 മണിയായില്ലേ? അച്ഛൻ ചിലപ്പോൾ വരാൻ ലേറ്റാവും. ഫോൺ വിളിച്ചിട്ടെടുക്കുന്നുമില്ല. ചിലപ്പോൾ അച്ഛൻ എന്തെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ട് തിരക്കിൽപ്പെട്ടു പോയിട്ടുണ്ടാവും. നീ ചെന്ന് കിടക്ക്. നമുക്ക് നാളെ രാവിലെ അച്ഛനോട് സംസാരിക്കാം. രൂക്ഷമായ ഒരു നോട്ടമായിരുന്നു മറുപടിയായി നിർമ്മലയ്ക്ക് നയോമിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. അച്ഛനെ കാണാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെങ്കിൽ കണ്ടിട്ടേ കിടക്കൂ. അമ്മ വേണമെങ്കിൽ പോയി കിടന്നു. അച്ഛൻ വരാതെ ഞാനിന്ന് കിടക്കില്ല. കുറച്ച് ദിവസങ്ങളായി ഞാൻ അച്ഛനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട്. ഞാൻ കൊടുത്ത സമയം തീരാൻ ഇനിയും 2 ദിവസം കൂടി ബാക്കിയുള്ളൂ. അച്ഛൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം. നയോമി അതീവ ദേഷ്യത്തോടെ പറഞ്ഞതും നിർമ്മലയ്ക്ക് ഓർമ്മ വന്നത് ജാൻവിയെയും ജഗനെയുമാണ്. കാര്യം
താനും മറ്റുള്ളവരെ പോലെ കുറ്റം പറയുകയും ദേഷ്യം കാണിക്കുകയും ചെയ്താലും അവരെ ഒന്ന് കൊല്ലണമെന്ന് മനസ്സിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ വിശ്വനാഥനും നയോമിയും അങ്ങനെയല്ല. അവർക്ക് വേണ്ടെന്ന് തോന്നിയാൽ എന്ത് വില കൊടുത്തും അതിനെ ഈ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാക്കാൻ ഏതറ്റം വരെയും പോകുന്നവരാണവർ. വിശ്വനാഥൻ ഇപ്പോഴും അല്പം ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും പണ്ട് അയാൾ ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകൾ ഒന്നിനും ഒന്നുവിടാതെ നിർമ്മലയ്ക്ക് അറിയാവുന്നതാണ്. ഇപ്പോതാ അയാളുടെ തനി പകർപ്പായി തനിക്ക് മുമ്പിൽ നിൽക്കുകയാണ് നയോമിയെന്ന് നിർമ്മലയ്ക്ക് തോന്നി. പിന്നെയും ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നു വിശ്വനാഥന്റെ കാറ് പോർച്ചിലേക്ക് വന്ന് നിന്നത്. നയോമി നിർമ്മലയോട് പോയി കിടന്നോളാൻ പറഞ്ഞെങ്കിലും അവർക്ക് മനസ്സമാധാനമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലിവിംഗ് റൂമിൽ വിശ്വനാഥന്റെ വരവും കാത്ത് ഉറങ്ങാതെ നിർമ്മലയും ഉണ്ടായിരുന്നു. വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും നിർമ്മല അകത്തു നിന്ന് ഓടി വന്നു. നിർമ്മലയും നയോമിയും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത് കണ്ടതും വിശ്വനാഥന് വല്ലാത്തൊരു വെപ്രാളം തോന്നി. എന്താ, എന്തു പറ്റി? നിങ്ങൾ രണ്ടാളും എന്തിനാ പുറത്തിറങ്ങി നിൽക്കുന്നേ? വിശ്വനാഥൻ നിർമ്മലയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ നിർമ്മലയുടെ നോട്ടം നീണ്ടത് നയോമിയിലേക്കാണ്. എന്താ മോളെ? വിശ്വനാഥൻ അത് ചോദിച്ചുകൊണ്ട് നയോമിയുടെ തലയിലേക്ക് കൈവയ്ക്കാൻ വന്നതും അവൾ ഒറ്റത്തട്ടിൽ അയാളുടെ കൈ തെറിപ്പിച്ചു കളഞ്ഞു. അച്ഛൻ ഇനി എന്നെ കൂടുതൽ പുന്നാരിക്കാനൊന്നും വരണ്ട. ഞാൻ അച്ഛനോടൊരു കാര്യം പറഞ്ഞു. അതെന്തായി? പെട്ടെന്ന് നയോമി അത് ചോദിച്ചതും വിശ്വൻ കാര്യം മനസ്സിലാകാത്തതുപോലെ നിർമ്മലയെ നോക്കി. നയോമിയുടെ ദേഷ്യം കാണിക്കും ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് നിർമ്മല പറഞ്ഞു, ജാൻവിയുടെയും ജഗന്റെയും കാര്യത്തെപ്പറ്റിയാണ് മോള് ചോദിക്കുന്നത്. ഓ, അതാണോ? മോൾ അച്ഛന് തന്ന സമയം തീരാൻ ഇനിയും 2-3 ദിവസം കൂടിയില്ലേ? അതിനുള്ളിൽ അച്ഛൻ അതിനൊരു തീരുമാനം ഉണ്ടാക്കും. അതുപോരെ? മതി. പക്ഷെ അച്ഛൻ അവരെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അതൊക്കെ മോൾക്കൊരു സർപ്രൈസ് ആയിരിക്കും. ട്രസ്റ്റ് മീ മോളെ, മോള് ഞെട്ടും. അതുപോരെ? വിശ്വനാഥൻ അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിക്കുന്നത് പോലെ ചോദിച്ചപ്പോൾ നയോമി ചിരിയോടെ അകത്തേക്ക് നടന്നു. നിർമ്മലയുടെ നെഞ്ചിലൊരു വെള്ളരി വെട്ടി. അച്ഛനും മകളും എന്തോ കാര്യമായി ഒപ്പിക്കാനുള്ള പുറപ്പാടിലാണെന്ന് മനസ്സിലാക്കിയതും വെപ്രാളത്തോടെ കൈവച്ചു പോയവർ അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ മൊഴിഞ്ഞു. തുടരും. കഥ വായിച്ചിട്ട് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് തരാൻ മറക്കല്ലേ. എന്നത്തെയും പോലെ തന്നെ നിങ്ങളുടെയൊക്കെ കമൻറ്റും ലൈക്കും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു.